എന്നെ വല്ലാതെ ആകർഷിച്ച, ഹൃദയത്തിൽ തട്ടിയ ഒരു പുസ്തകം, ലെഫ്റ്റ് ടു ടെൽ. ഐ റിപ്പീറ്റ്, ലെഫ്റ്റ് ടു ടെൽ. അതായത് ഇത് പറഞ്ഞറിയിക്കാനാണ് ദൈവം ഈ ലോകത്തെന്നെ ബാക്കി വച്ചത്. എഴുതിയത് ഇമ്മാക്കുലി ഇലിബാഗിസ. യഥാർത്ഥത്തിൽ നടന്ന സംഭവമായതുകൊണ്ട് അറിയാത്തവരുടെ ശ്രദ്ധകൾ കൊണ്ടുവരണമെന്ന് വല്ലാത്ത ഉൾവിളി. അതുകൊണ്ടാണ് ഈ ഓഡിയോ. മലയെപ്പോലും മാറ്റാനുള്ള പതറാത്ത ദൈവവിശ്വാസം, കറയറ്റ മനുഷ്യസ്നേഹം, 7 70 അതിനുമപ്പുറവുമുള്ള ക്ഷമ, വിവരിക്കാനാവാത്ത സഹനം, ഉറച്ച വിശ്വാസത്തോടെയുള്ള നിരന്തരമായ പ്രാർത്ഥന, പ്രാർത്ഥനയുടെ സിംഹഭാഗവും നന്ദി പറച്ചിൽ, ഇവയൊക്കെയാണ് ഈ പുസ്തകത്തിൽ പ്രകടമാകുന്നത്. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ രാജ്യങ്ങളിലൊന്നായ മധ്യ ആഫ്രിക്കയിലെ റുവാണ്ടയിൽ 1972 ഇമ്മാക്കുലി ഇലിബാഗിസ ജനിച്ചത്. ദൈവഭക്തരും അധ്യാപകരും ഗ്രാമത്തിലെ അറിയപ്പെടുന്ന പ്രമുഖ വ്യക്തികളുമായ ലേണാർഡ് റോസ് എന്നിവർ മാതാപിതാക്കൾ. ഡമസീൻ, ഐമബിൾ, ജോൺ വിയാനി എന്നിവർ സഹോദരന്മാർ. റുവാണ്ടയിൽ 3 വംശജർ, 85% ഹുട്ടൂസ്, 14% ടുട്സികൾ, 1% കാട്ടുവർഗക്കാരായ അത്വ. ഇമ്മാക്കുലിയും കുടുംബവും ടുട്സി വംശത്തിൽപ്പെട്ടവർ. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയെങ്കിലും രാജ്യത്തെ വർഗീയ കലാപം നിമിത്തം പരീക്ഷ എഴുതാനായില്ല. ഭയങ്കരമായ അപകടം മുന്നിൽ കണ്ട ലേണാർഡ് അകലെ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരുന്ന ഇമ്മാക്കുലിയെ വളരെ അർജൻറ്റായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. പ്രസിഡൻറ്റ് ഹബിയരിമന ടുട്സികളുടെ സമൂല നാശത്തിനുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. ഇൻ്ററാഹാംവെ എന്നൊരു തീവ്രവാദി സംഘടനയ്ക്ക് രൂപം നൽകി. ടുട്സികളെ പാറ്റകളെന്നും പാമ്പുകളെന്നും വിശേഷിപ്പിച്ചു. അവരെ സമൂലം ഇല്ലാതാക്കുന്നതിനുള്ള ആയുധങ്ങളും സർവ്വവിധ സന്നാഹങ്ങളും പിന്തുണയും നൽകി. പണ്ടെങ്ങോ നാട് കടത്തപ്പെട്ട ടുട്സികൾ ഒന്നായി റുവാണ്ടയെ ആക്രമിക്കാൻ തുടങ്ങി എന്നതാണിതിന് കാരണം. 3 മാസം കൊണ്ട് 10 ലക്ഷത്തിലധികം പേരുടെ കൂട്ടക്കുരുതിക്കിടയായി. ഗൗരവമായ അപകടസ്ഥിതി കണ്ടറിഞ്ഞ ലേണാർഡ് രാത്രിക്കു രാത്രി തന്നെ ഇമ്മാക്കുലിയെയും ഇളയ മകൻ ജോൺ വിയാനിയെയും തൻ്റെ ഹുട്ടു സുഹൃത്തായ പാസ്റ്റർ മൊരിൻസ്കിയുടെ വീട്ടിലേക്ക് നിർബന്ധപൂർവം പറഞ്ഞുവിട്ടു. വിയാനിയുടെ സുഹൃത്തായ 18 വയസ്സുകാരൻ അഗസ്റ്റിനും കൂടെ ഉണ്ടായിരുന്നു. വഴിക്ക് വെച്ച് അക്രമി സംഘത്തിൽ ഒരാൾ ഇമ്മാക്കുലിയുടെ നേർക്ക് വടിവാൾ ഓങ്ങി. ഭാഗ്യവശാൽ കൂടെയുണ്ടായിരുന്ന ഒരാൾ വിലക്കിതി കൊണ്ട് വടിവാൾ താഴ്ത്തി. പ്രാണനും കൊണ്ടവർ പാസ്റ്റർ മൊരിൻസ്കിയുടെ വീട്ടിൽ ഓടിയെത്തി. ഇമ്മാക്കുലിയെ സ്വീകരിച്ചെങ്കിലും മറ്റു 2 പേർക്കും ആ രാത്രി തന്നെ തിരിച്ചു പോരേണ്ടി വന്നു. വഴിയിൽ വെച്ച് തന്നെ അവർ കൊല്ലപ്പെടുകയും ചെയ്തു. ടീനേജ് പ്രായത്തിലുള്ള സാൻഡ എന്ന പെൺകുട്ടി, 55 വയസ്സുള്ള ഒരു സ്ത്രീ, അവരുടെ 2 പെൺകുട്ടികൾ അടക്കം 7 പേരോടൊത്ത് ഇമ്മാക്കുലി 4 അടി നീളവും 3 അടി വീതിയുമുള്ള കുഞ്ഞു ബാത്റൂമിൽ ഒളിച്ചു താമസം തുടങ്ങി. മുട്ടിയുരുമിയും മടിയിലുമായവർ ഇരുന്നു. തൊട്ടടുത്തുള്ള ബാത്റൂമിൽ ഫ്ലഷ് ഇടുമ്പോൾ മാത്രം ഫ്ലഷ് ഇടുക, ശ്വാസം വിടുന്ന ശബ്ദം പോലും പുറത്ത് കേൾക്കരുത്. പാസ്റ്റർ മൊരിൻസ്കി കർശനമായി താക്കീത് നൽകി. ഇമ്മാക്കുലി ആവശ്യപ്പെട്ടതനുസരിച്ച് പൂർണ്ണ മനസ്സോടെയല്ല എങ്കിലും ബാത്റൂമിൻ്റെ വാതിൽ മറയ്ക്കുവാനായി വലിയൊരു വാർഡ്രോബ് മുന്നിൽ വെച്ചു. രാത്രിയും പകലുമായി 100 കണക്കിന് ഹുട്ടു ആക്രമി സംഘം പാസ്റ്ററുടെ വീട്ടിലും പരിസരത്തിലും കയറിയിറങ്ങി. ഇമ്മാക്കുലിയെ അവസാനം കണ്ടത് ഇവിടെയാണ് എന്ന റിപ്പോർട്ട് കിട്ടിയതിലാണ് ഇവിടെ തന്നെ കൂടെ വന്നുകൊണ്ടിരുന്നത്.
ഞാൻ 399 പാറ്റകളെ കൊന്നു. ഇനി ഇമ്മാക്കുലി 400ാമത്തേതാണ്. അത് നല്ല നമ്പറാണ്. തൻ്റെ സുഹൃത്തും അയൽവാസിയുമാണ് അത് പറഞ്ഞത് എന്ന് ഇമ്മാക്കുലി തിരിച്ചറിഞ്ഞു. ബാത്റൂമിൽ 8 പേർ ശ്വാസമടക്കി പേടിച്ച് വിറച്ചിരുന്നു. വിട പറയുമ്പോൾ ഡാഡി കൊടുത്ത വെളുപ്പും ചുവപ്പുമുള്ള കൊന്തയിലൂടെ വിരലോടിച്ചു കൊണ്ടിരുന്നു. ദിവസേന 27 സാധാരണ ജപമാല, 40 കരുണക്കൊന്ത, മറ്റു പ്രാർത്ഥനകൾ. 10,000-കണക്കിന് കൊല ചെയ്യപ്പെട്ടവരിൽ മാതാപിതാക്കളും സഹോദരൻ ഡമസ്യനും ഉൾപ്പെട്ടു. ഐമബിൾ മറ്റൊരു രാജ്യത്ത് പഠിക്കുകയായതുകൊണ്ട് രക്ഷപ്പെട്ടു. വലിയൊരു സംഘം ഡമസിൻ്റെ നേരെ തിരിഞ്ഞു. ഇമ്മാക്കുലി എവിടെയെന്ന് പറഞ്ഞാൽ നിനക്ക് ജീവനോടെ നടന്നു പോകാം. ഡമസിൻ പറഞ്ഞു, അവൾ നിങ്ങളെപ്പോലെയല്ല, വളരെ സ്മാർട്ടാണ്. നിങ്ങൾക്ക് അവളെ തൊടാനാവില്ല. ഞാൻ സ്വർഗത്തിൽ പോകാൻ തയ്യാറാണ്. എന്ത് വേണേലും ചെയ്തോ. അക്രമികൾ ഡമസിൻ്റെ കൈകളും കാലുകളും ഓരോന്നായി വെട്ടിമാറ്റി. അവസാന ശ്വാസം വലിച്ചു ധീരമായി തന്നെ. 2 മാസം പിന്നിട്ടിട്ടും കലാപത്തിനും ആക്രമണത്തിനും അറുതി വന്നില്ല. പാസ്റ്റർ മുലിൻസ്കി അങ്കലാപ്പിലായി. 10 മക്കളടങ്ങുന്ന പാസ്റ്ററുടെ കുടുംബത്തിന് ഈ ബാത്റൂമിലെ ഈ ഒളിജീവിതം അറിഞ്ഞിരുന്നില്ല. പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണമായിരുന്നു എല്ലാവരും ഉറക്കത്തിലാവുമ്പോൾ പാതിരാത്രികളിൽ പാസ്റ്റർ ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. മറ്റാരെങ്കിലും അറിഞ്ഞാൽ പാസ്റ്ററും കുടുംബവും വെട്ടിലായതു തന്നെ. മറ്റ് നിർവാഹമില്ലാത്തതിനാൽ ഭക്ഷണം നിർത്തി പട്ടിണി കിടന്ന് മരിക്കട്ടെ എന്ന് പാസ്റ്റർ തീരുമാനിച്ചു. ഇമ്മാക്കുലി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, പാസ്റ്ററുടെ മനസ്സ് കഠിനമാകല്ലേ. 115 പൗണ്ട് ഉണ്ടായിരുന്ന ഇമ്മാക്കുലി 65 പൗണ്ടായി. അതിനിടെ 105 ഡിഗ്രി പനി, UTI, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. എന്നാൽ പ്രാർത്ഥന കൊണ്ട് സുഖപ്പെട്ടു. ഫ്രഞ്ച് അറിയാമായിരുന്നു, ഇംഗ്ലീഷ് തീരെ അറിയില്ലായിരുന്നു. പാസ്റ്റർ നൽകിയ ഫ്രഞ്ച് ഇംഗ്ലീഷ് ഡിക്ഷണറി, ചില ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ചു പഠിച്ചു. അല്പസ്വല്പം ഇംഗ്ലീഷ് വശമാക്കി. ഗ്രാമറും ചെറിയ വാചകങ്ങൾ അത്യാവശ്യം പഠിച്ചു. ഇപ്പോൾ ഭാഗ്യമെന്ന് പറയട്ടെ, രക്ഷപ്പെട്ട തുട്സികൾക്കായി ഫ്രഞ്ച് സൈനികർ ഒരു ക്യാമ്പ് തുടങ്ങി. അങ്ങനെ 91ാമത്തെ ദിവസം ബാത്റൂമിനോട് വിടാം. ഇമ്മാക്കുലിയുടെ ബോയ് ഫ്രണ്ടായ ജോണുമൊത്തെ പാസ്റ്റർ വെളുപ്പിന് 3 മണിക്ക് ഈ 8 പേരെയും ക്യാമ്പിനടുത്തുവരെ പിന്തുടർന്നു. വഴിക്ക് വെച്ച് ഹുട്ടു കൊലയാളികൾ സംഘമായി എതിരെ വരുന്നുണ്ടായിരുന്നെങ്കിലും പാസ്റ്ററും ജോണും മാത്രമേ അവരുടെ കണ്ണിൽ പെട്ടുള്ളൂ. ക്യാമ്പിൽ സുരക്ഷിതരായി. 3 മാസത്തിന് ശേഷം കുളിച്ചു, ഫ്രഷായി. ആഴ്ചകൾ കടന്നു. ക്യാമ്പ് അടക്കുവാനും ഉദ്യോഗസ്ഥർക്ക് ഫ്രാൻസിലേക്ക് തിരിച്ചു പോകാനും ഉത്തരവായി. ക്യാമ്പിൽ വെച്ച് പിയറെ എന്ന ഒരു സൈന്യാധിപന് ഇമ്മാക്കുലിയോട് വല്ലാത്ത പ്രേമം. എന്നാൽ മാതാപിതാക്കളും സഹോദരങ്ങളും നഷ്ടപ്പെട്ട ഇമ്മാക്കുലിയുടെ മരവിച്ച മനസ്സിന് അത് ലേശം ഏശിയില്ല. ഓഗസ്റ്റ് മാസത്തിലെ ഒരു സായാഹ്നത്തിൽ ഇമ്മാക്കുലി അടക്കം 30 പേരെ ടുട്സികൾക്കായി തുടങ്ങിയ മറ്റൊരു ക്യാമ്പിലേക്ക് ഒരു ട്രക്കിൽ കയറ്റി യാത്രയാക്കി. എന്നാൽ ആയിരക്കണക്കിന് അക്രമികൾ റോഡിലും പരിസരത്തും ടുട്സികളെ വകവരുത്തിക്കൊണ്ടിരുന്നു. ട്രക്ക് വളരെ പതുക്കെ മാത്രമേ നീങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. കർത്താവേ, അവരുടെ കണ്ണിൽ പെടുത്തരുതേ. ഇമ്മാക്കുലിയും കൂട്ടരും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ RPFലേക്കുള്ള പാതി വഴിയിൽ വണ്ടി നിന്നു. ക്യാപ്റ്റൻ അറിയിച്ചു, ഗൺഫയർ ഉള്ളതുകൊണ്ട് വണ്ടി ഇനി മുന്നോട്ടില്ല. എല്ലാവരും ഇവിടെ ഇറങ്ങുക. ദൈവമേ, അവർ അമ്പരന്നു. ആയുധധാരികളായ ഹുട്ടു ഭീകരന്മാരുടെ നടുവിൽ അവർ ക്യാപ്റ്റനോട് ആവോളം കെഞ്ചി നോക്കി. നിവൃത്തിയില്ലാതെ ഇറങ്ങി. 1 മൈൽ നടക്കണം. അവരുടെ പിടിയിൽ പെട്ടത് തന്നെ. ഈ പാറ്റ ഇനിയും ചത്തില്ലേ? ഇവളെ തേടിയാണ് പലവട്ടം ഞങ്ങൾ വീട്ടിൽ കയറി ഇറങ്ങിയത്.
ആരോ ഒക്കെ പിന്തുടരുന്നുണ്ടായിരുന്നു. പുറകെ തിരിഞ്ഞു നോക്കാതെ കൊന്തയിലൂടെ കൈവിരലോടിച്ച് വേഗത്തിൽ നടന്നു. ക്യാമ്പിലെത്തി. ആശ്വാസമായി. എന്നാൽ ക്യാമ്പിൽ കാൽ വെച്ചതോടെ കാക്കി ധരിച്ച ഒരു ഗാർഡ് ഇമ്മാക്കുലിയുടെ നേരെ തോക്ക് നീട്ടി. നിൽക്കവിടെ, നീ ഹുട്ടു ഒറ്റുകാരിയല്ലേ? ഒന്നും പറയാനായില്ല. അമ്പരന്ന് പോയി. ഉടനെ ഗാർഡിനടുത്ത് നിന്നൊരാൾ ആശ്ചര്യത്തോടെ വിളിച്ചു, ഇമ്മാക്കുലി. നോക്കി. ബേസിൽ. ഇമ്മാക്കുലി തിരിച്ചറിഞ്ഞു. പഴയ ഒരു സുഹൃത്ത്. ബേസിലിൻ്റെ ഇടപെടലിൽ അയാൾ തോക്ക് താഴ്ത്തി. ഇനി സുരക്ഷിതമായ ജീവിതം. ആഴ്ചകൾ കടന്നു. രംഗം ശാന്തമായി. കൂടെയുണ്ടായിരുന്ന അലോയ്സ് എന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് ഇമ്മാക്കുലിയും മറ്റു 12 പേരും താമസം തുടങ്ങി. പക്ഷേ കയ്യിൽ പണമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല. ഒരു ജോലിക്കായി യുണൈറ്റഡ് നേഷൻസിൽ പലവട്ടം കയറിയിറങ്ങി. മുറി ഇംഗ്ലീഷ് മാത്രം കൊണ്ട് എങ്ങനെ ജോലി ലഭിക്കും? എന്നാൽ ഏതാനും ദിവസത്തെ കഠിന യത്നത്തിൽ ഇംഗ്ലീഷും ടൈപ്പിങ്ങും ഒരുവിധം കൈക്കലാക്കി. ദൈവം കനിഞ്ഞു. ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് കേണൽ ഗേയുടെ കനിവിൽ കിബുയിലെ വീട് സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചു. ചില സൈനികരുടെ അകമ്പടിയോടുകൂടി മാതാപിതാക്കളുടെയും ഡമസിൻ്റെയും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. ശവമഞ്ചത്തിലാക്കി വീടിനകത്ത് ഒരു കാലത്ത് കളിയും ചിരിയും നിറഞ്ഞു നിന്നിരുന്ന മുറിയിൽ സംസ്കരിച്ചു. അന്ന് രാത്രി ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. ഒരു ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച് ആകാശത്തെ കാർമേഘത്തിനകത്തായി. അവിടെ ഡാഡി, മമ്മി, ഡമസിൻ, വിയാനി എല്ലാവരും പുഞ്ചിരിച്ച് സന്തോഷത്തോടെ നോക്കുന്നു. ചുറ്റും വെണ്മയേറിയ പ്രകാശം. അവർ പറഞ്ഞു, നീ ഞങ്ങളെയോർത്ത് കരയരുത്. ഞങ്ങളിവിടെ കണ്ടില്ലേ എന്തൊരാനന്ദം. അത്ഭുതം നിറഞ്ഞ ഈ ലോകത്തേക്ക് ദൈവം വിളിക്കുമ്പോൾ നിനക്കും വരാം. നിൻ്റെ മുറിപ്പെട്ട ഹൃദയം എത്രയും വേഗം സുഖമാകട്ടെ. സാവധാനം അവർ കാർമേഘത്തിനുള്ളിലേക്ക് മറഞ്ഞു. ക്യാമ്പിലുണ്ടായിരുന്നപ്പോഴുള്ള മറ്റൊരു സംഭവം ഇവിടെ കുറിക്കട്ടെ. സൈന്യാധിപനായ സെമാന എന്ന വ്യക്തി ഇമ്മാക്കുലിയോടായി പറഞ്ഞു, നിൻ്റെ അമ്മയെയും സഹോദരൻ ഡമസിനെയും വധിച്ച ഗ്യാങ്ങിലെ നേതാവിനെ കാണിച്ചു തരട്ടെ. വിണ്ടുകീറിയ മുഖത്തോടെ പ്രാകൃത വേഷത്തിലുള്ള ഒരാളെ കഴുത്തിന് പിടിച്ച് ഇമ്മാക്കുലിയുടെ മുന്നിലേക്ക് തള്ളിയിട്ടു. സൂക്ഷിച്ചു നോക്കി. ഫെലീസിയൻ. ഒരു കാലത്ത് സുമുഖനും നല്ല പ്രാഭവമുള്ള ബിസിനസ്സുകാരനായിരുന്നു. ഇപ്പോഴിതാ ക്ഷീണിതമായ മുറിവേറ്റ മുഖം. അയാൾ ഇമ്മാക്കുലിയുടെ മുന്നിൽ മുഖം നോക്കാനാകാതെ കുമ്പിട്ട് നിന്നു. നോക്കടാ ഇവിടെ, പറ, എന്തിനാണ് ഇവളുടെ അമ്മയെയും സഹോദരനെയും കൊന്നത്? ഇമ്മാക്കുലിയുടെ നേരെ നോക്കി അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു, നീ പറ, ഞാനിവനെ എന്തു ചെയ്യണം? പറയുന്നതെന്തും ചെയ്യാം. ഇവിടെ ഇമ്മാക്കുലി കേണലിൻ്റെ മനസ്സ് ശാന്തമാകുവാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. ഒരു കാലത്ത് നിർദോഷിയായ കുഞ്ഞായല്ല ഇയാളും ജനിച്ചത്. സാഹചര്യത്തിൽ ഇയാൾ ഇങ്ങനെ ക്രൂരനായി മാറി. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു സാർ, എനിക്ക് ആരോടും വിദ്വേഷമോ വെറുപ്പോ ഇല്ല. സെമാന അത്ഭുതപ്പെട്ടു. ഫെലീസിയനെ മറ്റൊരു മുറിയിലേക്ക് തലക്ക് പിടിച്ച് തള്ളിയിട്ടു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാണ് ക്ഷമിച്ചത്? നിനക്കവൻ്റെ മുഖത്ത് തുപ്പാമായിരുന്നില്ലേ? അവൻ പിശാചാണ്. അവനായിരുന്നു നിൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി നേടിയ സഹോദരൻ ഡമസിൻ്റെ ബ്രെയിൻ കാണണമെന്ന് പറഞ്ഞ് തല വെട്ടിയത്. ക്ഷമിക്കുക, അതുമാത്രമാണ് എനിക്ക് നൽകാനാവുക കേണൽ സാർ, ഇമ്മാക്കുലി സൗമ്യമായി പറഞ്ഞു. 2 വർഷമെടുത്തു ഇമ്മാക്കുലിയുടെ വീണ്ടുകീറിയ ഹൃദയവും മനസ്സും ഉണങ്ങുന്നതിന്. സ്നേഹം പങ്കിടാനും ഒരു കുടുംബത്തിന് തുടക്കം കുറിക്കുവാനും ആലോചിച്ചു തുടങ്ങി. സവിശേഷതകളുള്ള ഒരു ഭർത്താവിനെ മനസ്സിൽ കണ്ടു. വിഷ്വലൈസ് ചെയ്തു. കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഭാവനയിൽ കണ്ട പോലുള്ള കത്തോലിക്കനായ ബ്രിയാൻ ബ്ലാക്ക് ഭർത്താവായെത്തി. 1998 അമേരിക്കയിലെ ന്യൂയോർക്കിൽ താമസമായി. നിക്കൽ ഷാ എന്ന മകളും ബ്രിയാൻ ജൂനിയർ എന്ന മകനും.
ദൈവമഹത്വം അവരിൽ ദർശിച്ചു. ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മരണത്തെ മുഖാമുഖം കണ്ട സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായ ചില സംഭവങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കട്ടെ. കലാപം പൊട്ടിപ്പുറപ്പെട്ടു തുടങ്ങുമ്പോൾ സഹോദരൻ ഡമസീനുമായി ഒരു വിവാഹഘോഷം കഴിഞ്ഞ് ബസ്സിറങ്ങി നടക്കുമ്പോൾ ഹുട്ടു വംശത്തിലുള്ള 2 ആക്രമികൾ ഇമ്മാക്കുലിയുടെ നേരെ വടിവാളോങ്ങിയെങ്കിലും അവർ സ്വയം വാൾ താഴ്ത്തി വെറുതെ വിട്ടു. 91 ദിവസം കുഞ്ഞു ബാത്റൂമിന് ചുറ്റും 100 കണക്കിന് കൊലയാളികൾ അന്വേഷിച്ച് നടന്നെങ്കിലും അവരുടെ കണ്ണിൽ പെട്ടില്ല. സംശയാസ്പദമായ ഒരു ഹൗസ് ബോയ് ഒരു സ്റ്റൂളിൽ കയറി നിന്ന് ദ്വാരത്തിലൂടെ ബാത്റൂം വീക്ഷിച്ചെങ്കിലും അകത്തുണ്ടായിരുന്ന ആരെയും കാണാനായില്ല. ഒറ്റുകാരിയെന്ന് പറഞ്ഞു ഇമ്മാക്കുലിയുടെ നേരെ തോക്കേന്തിയപ്പോൾ സമയോചിതമായി ഒരു ഭടൻ ഇടപെട്ടതുകൊണ്ട് തോക്ക് താഴ്ത്തി. ബാത്റൂം തിരിച്ചറിയാതിരിക്കാൻ വലിയൊരു വാർഡ്രോബ് വാതിലിന് മുമ്പിൽ വയ്ക്കാനുള്ള ചിന്ത ഇമ്മാക്കുലിയുടെ മനസ്സിൽ വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും പിടിക്കപ്പെടുമായിരുന്നു. ഇംഗ്ലീഷ് തീരെ വശമില്ലായിരുന്നുവെങ്കിലും ആ കുഞ്ഞു ബാത്റൂമിൽ അരണ്ട വെളിച്ചത്തിൽ ഇംഗ്ലീഷ് പഠിക്കാനുള്ള തോന്നലുണ്ടായത് ദൈവത്തിൻ്റെ പദ്ധതി തന്നെ. മുറി ഇംഗ്ലീഷുമായി ആണെങ്കിലും യുണൈറ്റഡ് നേഷൻസിൽ ജോലി ലഭിച്ചതും ദൈവ കൃപയിൽ തന്നെ. ഇന്ന് ജീവിതം ജീവകാരുണ്യത്തിനായി മാറ്റിവെച്ച ഇമ്മാക്കുലിയുടെ പ്രാർത്ഥനയിൽ 90% നന്ദി പറച്ചിലാണ്. അഭയം നൽകിയ പാസ്റ്റർക്ക്, ഒളിഞ്ഞിരുന്ന ബാത്റൂമിന്, പണിത എഞ്ചിനീയർക്ക്, തന്ന ഭക്ഷണത്തിന്, അങ്ങനെ പകയും വിദ്വേഷവും മനസ്സിലുണ്ടെങ്കിൽ സമാധാനം ലഭിക്കില്ല. സ്നേഹിക്കുക, മറക്കുക, പൊറുക്കുക, ഇവയൊക്കെ വിളിച്ചറിയിക്കുകയാണ് തൻ്റെ ദൗത്യമെന്ന് ഇമ്മാക്കുലി ഇല്ലിബാഗിസ തിരിച്ചറിഞ്ഞു. ഇത് ലോകത്തിന് വെളിപ്പെടുത്തുന്നതിനാണ് മരണത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചു ഈ ലോകത്ത് ബാക്കി വെച്ചത്. അതാണ് ലെഫ്റ്റ് ടു ടെൽ. ഞാൻ ജോൺ ഡി പനക്കൽ.